ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കമ്പനി ബോർഡ് LGSന്റെ 11ാമത്തെ അഡ്വൈസ് ഇന്ന് വന്നിട്ടുണ്ട്. അതായത് 7/3/2025 വന്നിട്ടുണ്ട്. അത് ഡേറ്റ് കിടക്കുന്നത് 22/2/2025 വെച്ചിട്ടാണ് അഡ്വൈസ് വന്നിരിക്കുന്നത്. അപ്പം 2-3 ദിവസം മുമ്പിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പനി ബോർഡ് LGSന്റെ 11ാമത്തെ അഡ്വൈസ് ഉടനെ തന്നെ വരുമെന്ന്. കറക്റ്റായിട്ട് ഇന്ന് വന്നിട്ടുണ്ട്. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെബ്രുവരിയിലെ ഡേറ്റ് വെച്ചിട്ടായിരിക്കും പുതിയ അഡ്വൈസ് വരുന്നതെന്ന്. ഓക്കെ, അതുപോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ 81 വേക്കൻസിക്കാണ് അഡ്വൈസ് വന്നിരിക്കുന്നത്. 34 ഫ്രഷും 47 NJDയും. പക്ഷെ നമ്മൾ അന്ന് പറഞ്ഞത് 83 വേക്കൻസിയുടെയാണ്. പക്ഷെ 81 വേക്കൻസിക്ക് മാത്രമേ അഡ്വൈസ് വന്നിട്ടുള്ളൂ. ഇനി അടുത്ത വേക്കൻസിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് അതോട് ചേർത്തിട്ട് പറയാം. ഓക്കെ, അപ്പം നിലവിൽ ഒരു TPO പെൻഡിങ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. MR നമ്പർ 5072 SC, അത് TPO ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലാസ്റ്റിൽ അഡ്വൈസ് നിൽക്കുന്നത് MR നമ്പർ 5073 OCയിലാണ് അഡ്വൈസ് ലാസ്റ്റ് നിൽക്കുന്നത്. അടുത്ത ഒരു TPO ഉണ്ടായതുകൊണ്ട് ഇനി ഒരു വേക്കൻസി വരുമ്പോൾ MR നമ്പർ 5072 SCക്കായിരിക്കും TPO സാറ്റിസ്ഫൈ ആയി പോകുന്നത്. ഓക്കെ, പിന്നെ പോകുന്നത് MR നമ്പർ 5075 OCക്കായിരിക്കും. ഓക്കെ, അങ്ങനെയായിരിക്കും റൊട്ടേഷൻ പോകുന്നത്. സ്റ്റാറ്റസ് നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ അഡ്വൈസ് 2034 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. മെയിൽ OC 1625, ഫീമെയിൽ OC 1582, EWS 1639 മെയിൽ, 1612 ഫീമെയിൽ. EBT OCയിൽ നിന്നാണ് പോയിരിക്കുന്നത്. മെയിലും ഫീമെയിലും OCയിൽ നിന്നാണ് പോയിരിക്കുന്നത്. SC സപ്ലിമെന്റ് ലിസ്റ്റ് 38 മെയിൽ, സപ്ലിമെന്റ് ലിസ്റ്റ് 37 ഫീമെയിൽ. ST സപ്ലിമെന്റ് ലിസ്റ്റ് 96 മെയിൽ, സപ്ലിമെന്റ് ലിസ്റ്റ് 66 ഫീമെയിൽ. മുസ്ലിം 2966, ഫീമെയിൽ 2957. ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്ററി ലിസ്റ്റ് 62 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 34 ഫീമെയിൽ. OBC മെയിൽ 1631, ഫീമെയിൽ 1633. വിശ്വകർമ്മ 2042 മെയിൽ, 1804 ഫീമെയിൽ. SIUC നാടാര് സപ്ലിമെന്റ് ലിസ്റ്റ് 17 മെയിൽ, സപ്ലിമെന്റ് ലിസ്റ്റ് 9 ഫീമെയിൽ. SCCC സപ്ലിമെന്റ് ലിസ്റ്റ് 32 മെയിൽ, സപ്ലിമെന്റ് ലിസ്റ്റ് 30 ഫീമെയിൽ. ധീവര 3451 മെയിൽ, 2832 ഫീമെയിൽ. ഹിന്ദു നാടാര് 3693 മെയിൽ, 3586 ഫീമെയിൽ. ഇനി DAയിൽ നോക്കുമ്പോൾ DAയിൽ LV 22, HI എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. LDCP 35. അപ്പൊ ഇങ്ങനെയാണ് അഡ്വൈസിന്റെ സ്റ്റാറ്റസ് നിൽക്കുന്നത്. ഓക്കെ, OCBC പൊസിഷൻ നമ്മൾ നോക്കുമ്പോൾ OC ടോട്ടൽ 474, EWS 119. അങ്ങനെ ടോട്ടൽ OC പോയിരിക്കുന്നത് 593 ആണ്. BC 592. അങ്ങനെ ടോട്ടൽ 2034 അഡ്വൈസ് ആണ് ഇതുവരെ പോയിരിക്കുന്നത്. NJDയും TAയോട് ചേർക്കുമ്പോഴാണ് 2034 അഡ്വൈസ് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇനിയുള്ള വേക്കൻസിയെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇനി 21 വേക്കൻസിയാണ് നിലവിലുള്ളത്. അതിൽ ഇനി അഡ്വൈസ് അയക്കാനായിട്ടുള്ളത് ഇപ്പോഴും റിപ്പോർട്ട് അയക്കുന്നത് 21 വേക്കൻസിയാണ്. അതിൽ 18 ഫ്രഷ് വേക്കൻസിയും 3 NJD വേക്കൻസിയുമാണ്. അപ്പോൾ നമുക്ക് വേക്കൻസി ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ 3 ഫ്രഷ് വേക്കൻസിയും 2 NJD വേക്കൻസിയുമാണ് ഉള്ളത്. KSFയിൽ 11 ഫ്രഷ് വേക്കൻസിയാണ് ഉള്ളത്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ 2 ഫ്രഷ് വേക്കൻസി ഉണ്ട്. കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ 1 NJD വേക്കൻസി. പെപ്കോയിൽ 2 NJD വേക്കൻസി. അത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി 3/1/2025 മെച്ചൂർഡായ 2 ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയും കൂടെ ചേർത്തിട്ട് ടോട്ടൽ ഫ്രഷ് 18ഉം NJD 3ഉം. അങ്ങനെ ടോട്ടൽ 21 വേക്കൻസിക്കാണ് ഇപ്പോഴും നിലവിൽ ഉള്ളത്. ഓക്കെ, ഇനിയിപ്പം വേറെ വേക്കൻസിയും കൂടെ ആഡ് ചെയ്തിട്ട് അതോട് ചേർത്തിട്ടായിരിക്കും അടുത്ത അഡ്വൈസ് പോകാനുള്ള സാധ്യതയുള്ളത്. ഓക്കെ, ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം.